നമസ്കാരം. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ, നമ്മളെ ആരും ശരിക്കും മനസ്സിലാക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ വേണ്ടത്ര വില തരുന്നില്ലല്ലോ എന്ന്. ആ ഒരു തോന്നൽ വരുമ്പോൾ അങ്ങനത്തെ ഒരിടത്ത് നമ്മൾ തുടരണോ അതോ അവിടുന്ന് മാറണോ? ഇത് ജീവിതത്തിലെ വലിയൊരു ചോദ്യമാണ്, അല്ലേ? ഇതിനൊരു ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒരുമിച്ച് ഈയൊരു ചർച്ച തുടങ്ങാം. നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരുപാട് പേർക്കിടയിൽ നിൽക്കുമ്പോഴും ആരും നമ്മളെ കാണുന്നില്ല, നമ്മുടെ ശബ്ദം ആരും കേൾക്കുന്നില്ല എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അതൊരു സാധാരണ വേദനയല്ല. നമ്മുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നൊരു തരം നിശബ്ദമായ നോവാണത്. ആ ഒരു അനുഭവം എത്രത്തോളം വിഷമിപ്പിക്കുന്ന ഒന്നാണെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ നമ്മളെ വിലമതിക്കാത്ത ഒരിടത്ത് നമ്മളിങ്ങനെ പിടിച്ചു നിന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? അതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില ശരിക്കും വളരെ വലുതാണ്. എന്തൊക്കെയാണ് ആ നഷ്ടങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു നിസ്സാര കാര്യമല്ല കേട്ടോ. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ, അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നതെന്ന്. നോക്കൂ, നമ്മുടെ എനർജി പോകുന്നു, കോൺഫിഡൻസ് കുറയുന്നു, വളർച്ചയങ്ങ് മുരടിച്ചു പോകുന്നു, ഏറ്റവും പ്രധാനം നമ്മുടെ സന്തോഷം തന്നെ ഇല്ലാതാകുന്നു. ഇതൊക്കെ ജീവിതത്തിൽ എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നമ്മളൊന്ന് ഓർക്കണം. ഇനി നമുക്ക് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരാം. നമ്മൾ വിലയില്ലാത്തവരാണെന്ന തോന്നലിനെതിരെയുള്ള ഏറ്റവും ശക്തമായൊരു മറുപടിയാണിത്. ഈ വാക്കുകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. മറ്റൊരാൾക്ക് നിങ്ങളുടെ വില തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് നിങ്ങളുടെ മൂല്യം ഒരു തരി പോലും കുറയുന്നില്ല. ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യങ്ങളിലൊന്നാണ്, അല്ലേ? അപ്പോൾ എന്താണ് ഈ പറയുന്ന ആന്തരിക മൂല്യം? സിമ്പിളായി പറഞ്ഞാൽ, മറ്റുള്ളവർ എന്തു പറയുന്നു അല്ലെങ്കിൽ എന്ത് ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല നിങ്ങളുടെ വില. നിങ്ങൾക്ക് ജന്മനാ ഒരു മൂല്യമുണ്ട്. അതാർക്കും നിങ്ങളിൽ നിന്ന് എടുത്തുമാറ്റാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് തെറ്റായ ഒരിടത്താണോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? അതിനുള്ള ചില വഴികളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിനി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്കിങ്ങനെ വല്ലതും അനുഭവപ്പെടുന്നുണ്ടോ നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ സ്ഥിരമായിട്ട് അവഗണിക്കപ്പെടാറുണ്ടോ? അല്ലെങ്കിൽ ചിലരോട് സംസാരിച്ചു കഴിയുമ്പോൾ ഒരു ഉന്മേഷം കിട്ടുന്നതിന് പകരം വല്ലാത്തൊരു ക്ഷീണം തോന്നുന്നുണ്ടോ? നമ്മുടെ ഇഷ്ടങ്ങൾക്കോ അഭിപ്രായങ്ങൾക്കോ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ വളരുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നൊരു ഫീല്. ഇതൊക്കെയുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് പറ്റിയൊരിടത്തല്ല. ഈ താരതമ്യം ഒന്ന് നോക്കൂ. ശരിക്കും നമ്മളൊരു ചെടി പോലെയാണ്. നമ്മളെ വിലമതിക്കുന്ന ഒരു സാഹചര്യം നല്ല വെള്ളവും വളവും സൂര്യപ്രകാശവും പോലെയാണ്. അവിടെ നമ്മൾ തഴച്ചു വളരും. നേരെ മറിച്ച് വിലയില്ലാത്ത ഒരിടം നമ്മളെ തളർത്തിക്കളയും, ഒരുതരം മുരടിപ്പിലേക്ക് തള്ളിവിടും. വ്യത്യാസം വളരെ വലുതാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷേ ഇതിലെ ഏറ്റവും പ്രയാസമുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും. പക്ഷേ അത് ഏറ്റവും അത്യാവശ്യമായൊരു കാര്യം കൂടിയാണ്. എപ്പോഴും ഓർക്കുക, ഒരു സാഹചര്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് ഒരിക്കലും ഒരു പരാജയമല്ല. അത് ആത്മാഭിമാനത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കുന്നതിന്റെ ഏറ്റവും ശക്തമായ ഒരു പ്രവൃത്തിയാണത്. ശരി, അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും? ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ സാഹചര്യം എനിക്ക് ശരിയാവുന്നില്ല എന്ന് സ്വയം അംഗീകരിക്കുക. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു തീരുമാനമെടുക്കുക. അത് കഴിഞ്ഞാൽ ധൈര്യത്തോടെ മുന്നോട്ട് നടക്കുക. ഒന്നിനെക്കുറിച്ചും ഓർത്ത് പിന്നോട്ട് നോക്കരുത്. ഓരോ ചുവടും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയൊരു ധീരമായ തീരുമാനമെടുത്താൽ പിന്നെ എന്ത് സംഭവിക്കും? അതിന്റെ മറുഭാഗത്ത് എന്താണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് നോക്കാം. അതിന്റെ ഫലം വളരെ മനോഹരമായിരിക്കും. നിങ്ങൾക്ക് ചേരുന്നൊരിടത്തെത്തുമ്പോൾ ഒരു പ്രത്യേക സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് മറ്റൊരാളാകാൻ ശ്രമിക്കേണ്ട. നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോൾ തന്നെ സ്നേഹിക്കപ്പെടും, സ്വാഗതം ചെയ്യപ്പെടും. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ വിലയറിയുന്ന, അത് നിങ്ങളെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്ന ആളുകൾക്കിടയിൽ ജീവിക്കാൻ ശ്രമിക്കുക. അതുതന്നെയാണ് യഥാർത്ഥ സന്തോഷമെന്ന് പറയുന്നത്. അവസാനമായി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നതല്ല പ്രധാനം. നിങ്ങൾ എവിടെ നിൽക്കാനാണ് തെരഞ്ഞെടുക്കുന്നത് എന്നതാണ്. കാരണം ആ തീരുമാനം അത് നിങ്ങളുടേത് മാത്രമാണ്. നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.